നമസ്കാരം. ആവിയിൽ വേവിക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു പലഹാരമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വട്ടയപ്പം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇത് 1/2 കിലോ അരിപ്പൊടി, കൃത്യം 3 കപ്പുണ്ട്. അപ്പം, ഇടിയപ്പം, പത്തരി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വളരെ ഫൈനായിട്ട് പൊടിച്ചെടുത്ത ശേഷം വറുത്തെടുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. പച്ചരി കുതിർത്ത ശേഷം അത് അരച്ചെടുത്തും വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ വട്ടയപ്പം കുറച്ചുകൂടി സോഫ്റ്റും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ആദ്യമായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്നും 1/4 കപ്പ് അരിപ്പൊടി അളന്നെടുക്കുക. അളന്നെടുത്ത അരിപ്പൊടി ഒരു പാനിലേക്ക് ഇടുക. അതോടൊപ്പം തന്നെ വെള്ളം 1 കപ്പ് ഒഴിക്കുക. പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം തുടർച്ചയായി ഇളക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അരിപ്പൊടി കട്ട പിടിക്കാതെയും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ലതുപോലെ കുറുകി വരുന്നതുവരെ വേണം ഇളക്കാൻ. തുടർച്ചയായിട്ട് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്രോസസ്സിന് പൊതുവെ പറയുന്നത് കപ്പി കാച്ചുക എന്നാണ്. ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ആയി കിട്ടും. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കുക. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം ഇതിനെ തണുക്കാൻ അനുവദിക്കുക. തീ ഓഫ് ചെയ്താലും പാനിന് ചൂടുള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് തണുക്കാൻ സഹായിക്കും. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വട്ടയപ്പത്തിനുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ ഇല്ലെങ്കിൽ മാത്രം പകരം 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉപയോഗിച്ചും വട്ടയപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർക്കുക. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതോടൊപ്പം തന്നെ ഏലയ്ക്ക 3-4 എണ്ണം ചേർക്കുക. അടുത്തതായി വെള്ളം 1 കപ്പ്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നേരത്തെ കപ്പി കാച്ചിയത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള 2.25 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുക. അടുത്തതായി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര. 1 കപ്പ് മീഡിയം മധുരമായിരിക്കും. കുറയ്ക്കണമെങ്കിൽ 3/4 കപ്പ് ആക്കുക. കൂട്ടണമെങ്കിൽ 1.25 കപ്പോ 1.5 കപ്പോ ആക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഉപ്പ് 1/4 ടീസ്പൂൺ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/4 ടീസ്പൂൺ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം കടുകിൻ്റെ വലുപ്പത്തിൽ കിട്ടുന്ന സാധാരണ ഈസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. അതാണെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് നേരിട്ട് ചേർക്കാതെ 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ അല്പം പഞ്ചസാരയോടൊപ്പം കലക്കി 15 മിനിറ്റ് നേരം വെച്ച ശേഷം ഇതിലേക്ക് ചേർക്കുക. അടുത്തതായി വെള്ളം 1.25 കപ്പ്. ഓരോ അരിപ്പൊടിയുടെയും റോസ്റ്റിംഗ് ലെവൽ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ആദ്യം 1 കപ്പ് ഒഴിച്ച് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്താലും മതി. ഇനി ഇത് ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിങ്ങനെ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മറ്റൊരു ബൗളിലിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നീട് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പാത്രം കൂടി അധികം കഴുകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തവി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സർ ഗ്രൈൻഡറിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഏകദേശം 1 മിനിറ്റ് നേരമാണ് അങ്ങനെ അടിച്ചെടുക്കേണ്ടത്. അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇഡ്ഡലി മാവ് പോലായിരിക്കണം. വെള്ളം കൂടിപ്പോയാൽ അല്പം അരിപ്പൊടി ചേർത്ത് ടൈറ്റാക്കുക. ഇനി ഇത് പുളിക്കുന്നതിനായി അടച്ച് മാറ്റിവയ്ക്കുക. സാധാരണ ഇത് 3-4 മണിക്കൂർ കൊണ്ട് പുളിച്ചു കിട്ടും. നല്ല തണുപ്പുള്ള കാലാവസ്ഥയോ അതല്ലെങ്കിൽ ഈസ്റ്റ് അല്പം പഴയതോ ഒക്കെ ആണെങ്കിൽ സമയം കൂടുതൽ എടുത്തേക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മാവ് പുളിച്ചു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് ഒരു വലിയ പാത്രം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ വെളിയിൽ പോകും. ഇതിപ്പോൾ ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മാവ് ഇതുപോലെ നന്നായിട്ട് പുളിച്ചതിന് ശേഷം മാത്രം വട്ടയപ്പം തയ്യാറാക്കുക. വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റീൽ പാത്രമോ അതല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്ന കേക്ക് ടിന്നോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഇതിൽ അല്പം നെയ്യ് പുരട്ടുക. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറോ എണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇത് വട്ടയപ്പം ഈസി ആയിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്നതിന് സഹായിക്കും. ഇനി ഒരു സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെള്ളം തിളപ്പിക്കാൻ വെച്ച ശേഷം ഈ നെയ്യ് പുരട്ടിയ പാത്രം അതിനകത്ത് വയ്ക്കുക.
പിന്നീട് വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കുക. ആവശ്യമെങ്കിൽ ഈ അവസരത്തിൽ ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഒക്കെ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 20 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. കൂടുതൽ കനത്തിൽ മാവ് ഒഴിച്ചാൽ വേവാൻ സമയം കൂടുതലെടുക്കും. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. വട്ടയപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ള മാവ് ഉപയോഗിച്ചും വട്ടയപ്പം തയ്യാറാക്കുക. ഇഡ്ഡലിത്തട്ടിൽ മാവ് കോരിയൊഴിച്ച് ഇഡ്ഡലി പോലെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചൂടാറിയ ശേഷം ഒരു കത്തി ഉപയോഗിച്ച് വട്ടയപ്പം ചെറിയ പീസുകളായിട്ട് മുറിക്കുക. അല്പം മധുരം കുറച്ച്, അതായത് ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെങ്കിലും നോൺ വെജ് കറിയോടൊപ്പവും വട്ടയപ്പം സെർവ് ചെയ്യാവുന്നതാണ്. തേങ്ങ ചേർക്കുന്നത് കൊണ്ട് വട്ടയപ്പം അധിക ദിവസം കേടുകൂടാതിരിക്കില്ല. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ദിവസം തന്നെ കഴിച്ചു തീർക്കുവാൻ ശ്രമിക്കുക. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.